നമ്മൾ കാണുന്ന പോലെ വലിയ കവാടങ്ങളൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്? ഭഗവാന്റെ ശക്തി കൊണ്ടുവരുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും. ആർക്കെന്ത് ആവശ്യം പറഞ്ഞാലും അവർക്ക് സാധിച്ചു കൊടുക്കും. നമസ്കാരം. ഇത് ഈ പറയുന്ന പാരിപ്പള്ളി വവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ്. ഗ്ലാസ് വെച്ചേക്കുന്നുണ്ടാലും വേറെ വിചാരിക്കരുത്, കാരണം ചില അഹങ്കാരം കൊണ്ടല്ല, കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഗ്ലാസ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേർ, നമ്മളെ ക്യാമറാമാൻ ഒരുപാട് വാർത്ത ഈ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ഒരു ദിവസം ചേട്ടനോട് നോക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയത്. വിശ്വാസം നെറ്റിയിൽ കുറിക്കുന്ന സ്വഭാവം എനിക്കില്ല, അത് വിശ്വാസം നെഞ്ചിനകത്താണ് വേണമെന്ന വിശ്വാസം. എങ്കിൽ പോലും ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടെ ഇത്രയും ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു കുഞ്ഞൊരു അമ്പലത്തിലേക്ക് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ വന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി എത്തിയത്. അത് നമുക്ക് ചോദിക്കാം. അമ്മ, ഇതൊരു കുഞ്ഞമ്പലമല്ലേ അമ്മ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളെ ആവശ്യങ്ങൾ നടക്കുമെന്നുള്ള ക്ഷേത്രത്തിൽ വരാൻ പറ്റൂ. ഇവിടെ വന്ന് നല്ല വ്യത്യാസമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. മാറി തരുന്നു. ഞാൻ ആലോചിക്കുന്ന ഒരു ചെറിയ അമ്പലമാണ്, ഒരു വലിയ ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ അമ്പലത്തിൽ. ഒരു എന്താ ഒരു കവാടം പോലും ഇല്ല. എന്നിട്ട് എങ്ങനെയാ വരുന്നത്? ഞങ്ങൾ പുനലൂര് വരാം. പുനലൂരിൽ നിന്ന് വരാം ബസ്. മകന്റെ കല്യാണം കഴിയാൻ ഇല്ല. ഞങ്ങൾ 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. 2ാമത്തെ പ്രാവശ്യം വരുന്നത്. എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം, പുനലൂരിൽ നിന്ന് വരെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുക, ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു ക്ഷേത്ര കവാടം പോലും ഇല്ല, അങ്ങനത്തെ ഒരു അമ്പലമാണ്, അങ്ങനെ ഒരു ബോർഡ് പോലും കാണാനില്ല. പക്ഷെ ഇത്രയും ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ കാര്യം അന്വേഷിക്കും നമ്മൾ. ചേട്ടാ, എവിടെ ഫേസ്ബുക്കിൽ കണ്ടുവന്ന ചേട്ടാ, ഇതൊരു ചെറിയ ക്ഷേത്രമല്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ വരുന്നത്? ആൾക്കാർ വരുന്നത് കാര്യം ഇവിടെ ഒരു വിശ്വാസമുള്ളതുകൊണ്ട് ആദ്യമായിട്ട് വരണോ? ഞാൻ ആദ്യമായിട്ട് വരാം. എങ്ങനെയായിരുന്നു? നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ് അങ്ങനെ വന്നത്. എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇല്ല, വന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ വാർത്ത കണ്ട് പേര് കേട്ട അമ്പലം ഒന്ന് അങ്ങനെ ആദ്യമായിട്ട് വരുന്നതാണ്. വന്നതിൽ അനുഭവം ഉണ്ട്. ഞാനിപ്പോ അന്വേഷിക്കും. പാരിപ്പള്ളിയുടെ ആൾക്കാരല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു വന്നതാണ്. ആറ്റെങ്കിലും മോൻ പേർച്ചയിൽ നിന്ന് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു വിട്ട് അങ്ങനെ വന്നു. ഞാൻ പാരിപ്പള്ളിയുള്ള തുടങ്ങിയില്ല. നമ്മൾ ഒരു അനുഭവത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ഈ ഭക്തരെ ഒന്നും ബുദ്ധിമുട്ടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എവിടെ 2 കിലോമീറ്റർ അനുഭവം പറഞ്ഞു തന്നെയാണ്. ഇതാണ് എൻ്റെ അത്ഭുതം. ഞാൻ ഈ അമ്പലത്തെ പറ്റി ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വലിയ ക്ഷേത്ര കവാടവും അല്ലെങ്കിൽ അത്രയും വലിയ ആൾക്കാരൊക്കെ വരണ മീൻസ് ഒരു കവാടങ്ങൾ ഉണ്ടാവുമല്ലോ അമ്പലം എന്ന് പറയുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ കുടില് പോലത്തൊരു അമ്പലമാണ്. പക്ഷേ ഇവിടെ എന്താ പറയുക, മണി ഇപ്പം ഏകദേശം 11:30 മണിയായി. ഈ സമയത്തും ഇത്രയും ആൾക്കാർ തിരക്കി നിൽക്കുകയാണ് ഇവിടെ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യമെന്ന്. പക്ഷേ എങ്കിൽ പോലും അതൊരു അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ ആൾക്കാർ വരത്തില്ലല്ലോ. ഒരു വിശ്വാസത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, കാരണം വിശ്വാസമൊക്കെ മനസ്സിലുണ്ടാവേണ്ടതെന്നാണ് എൻ്റെയും വിചാരം. അങ്ങനെ സംഭവിക്കണം എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു അത്ഭുതം കണ്ടപ്പോഴത്തേക്ക് വാർത്ത ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ചേട്ടാ, ഇതൊരു ചെറിയ ക്ഷേത്രമാണ്. നമ്മൾ കാണുന്ന പോലെ വലിയ കവാടങ്ങളൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്? ഭഗവാന്റെ ശക്തി കൊണ്ടുവരുന്നു.
വിളിച്ചാൽ വിളിപ്പുറത്തെത്തും. ആർക്കെന്ത് ആവശ്യം പറഞ്ഞാലും അവർക്ക് സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് ഭഗവാന്റെ ശക്തിയിൽ ജനം വന്ന് അതാണ്. പൂജ ഉണ്ട്. ഇന്ന് പിന്നെ ഗുരുതി പൂജ ഉണ്ട്. കാലത്തെ 10:30 തുടങ്ങും. വൈകിട്ടിന് ഉച്ചയ്ക്ക് 12 മണിയാകും തീരും ഗുരുതി പൂജ. ഒരു 10,000 പേർക്ക് ഇന്ന് പൂജയുണ്ട്. ഈ പൂജ ചെയ്യുന്നവരെല്ലാം ആവശ്യങ്ങൾ ഭഗവാനോട് സാധിച്ചു. ദേവി ഭദ്രകാളിക്കാണ് സാധിച്ചു കൊടുക്കും. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച ലക്ഷ്മി പൂജ അത് ഇന്നലെ കഴിഞ്ഞു. ഇന്നത്തെ ഗുരുതി പൂജ അത് കഴിഞ്ഞ് അതിപ്പം ജനങ്ങൾ നിൽക്കുക. അത് തീർന്ന് 12-1 മണിയാകുമ്പോൾ തിരിയും. പിന്നെ അടുത്ത വൈകുന്നേരത്ത് തുറക്കും. ഓരോ ദിവസവും എല്ലാ ദിവസവും വ്യാഴാഴ്ച വൈകുന്നേരത്ത് സുദർശന ഹോമം എല്ലാവർക്കും. പിന്നെ ജോലി തടസ്സം, സമ്പത്ത്, ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്ന സുദർശന ഹോമം. വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി സുദർശന ഹോമം. പിന്നെ ശനിയാഴ്ച ഇരുന്ന് അയ്യപ്പന് ശനീശ്വര പൂജയും തടസ്സങ്ങൾ മാറാൻ, അവരെ ശനിദോഷം മാറാൻ. അത് ഞായറാഴ്ച നരസിംഹ ഹോമമുണ്ട്. ആളുകളുടെ വിളിദോഷം മാറുന്ന ശത്രുക്കളാണ് ഹിരണ്യനെ വസിക്കുന്നുണ്ട് ആ പൂജ. അതുകൊണ്ട് അത് കഴിയും. ഓരോ ദിവസങ്ങളും ഓരോ പൂജകൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ജനങ്ങൾക്ക് ചെയ്യുന്നവർക്ക് അതിനുള്ള ഫലം ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് ഇവിടെ ഭഗവാന്റെ മുമ്പിൽ ആര് വന്ന് കൈവക്കുന്നു അവർക്ക് ആ കാര്യം നടത്തിക്കൊള്ളും. ഇപ്പോഴും വരെ അതാണ് അനുഭവം. ഞാൻ പനപ്പാങ്കുന്ന് കിളിമാനൂര്. ഞങ്ങള് ഇവിടെ ഫോണിൽ കണ്ട് വന്നതാണ്, യൂട്യൂബിൽ കണ്ട് വന്നത് തന്നെ. വന്ന് നമുക്ക് വിശ്വാസമായി. ഞങ്ങൾക്ക് ആഗ്രഹങ്ങളെല്ലാം നമുക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. വെഞ്ഞാറമൂട് കീഴായിക്കൊടുത്ത് അമ്മയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് പറഞ്ഞത്. അമ്മയോട് എന്നാണ് പറഞ്ഞത്. ഞാൻ 6 മാസം കൊണ്ട് വരുന്നു. 6 മാസം. ആ കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. ഒരു കാര്യം കൂടെ ഉള്ളു, അതിനു വേണ്ടി വന്നതാ. നടക്കുന്നുണ്ട്. അതേ വിശ്വാസത്തിൻ്റെ ഇതിൽ വന്നു. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ വന്നതാണ്. അപ്പം ഇന്നലെയും വന്നിരുന്നു. ഇന്നൊരു പൂജയുണ്ട്. ആ പൂജയ്ക്ക് വേണ്ടി വന്നതാണ്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ ശരിക്കും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ദേവി നമ്മളെ അനുഗ്രഹിക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. സ്ഥിരമായിട്ട് ഇപ്പം 8 തവണ കഴിഞ്ഞ്, അല്ല 10 തവണ ആയി. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീകുമാരാർ സൈനിക.